പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. കർത്താവ് പറയുകയാണ്, നമ്മുടെ കുടുംബജീവിതത്തിൽ കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. അഥവാ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, സന്ധ്യ ആകുന്നതിന് മുമ്പേ അത് പറഞ്ഞു തീർക്കുക. സാത്താന് ഇടം കൊടുക്കരുത്. സാത്താൻ കയറിയാൽ അവ പിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല. അപ്പം നമ്മുടെ സംഭാഷണം ചേർന്നതല്ലാതെ സാത്താനായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പൊറുക്കാൻ പറ്റില്ല. നമുക്ക് ആ വചനം ഒന്ന് ശ്രവിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം എഫെസ്യർ അധ്യായം 4, എഫെസ്യരുടെ വാക്യം 4 അധ്യായം 26, 27 തിരുവചനം. ഹല്ലേലൂയ. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. കോപിക്കാം, ഭാര്യ ഭർത്താക്കന്മാര് കോപിക്കും, പക്ഷേ നമ്മളത് ക്ഷമിക്കണം. സന്ധ്യ ആകാൻ, ഇരുട്ടാകാൻ കാത്തിരിക്കരുത്. ഇരുട്ടായിക്കഴിഞ്ഞാൽ സാത്താൻ കയറി നമ്മളെ മുതലെടുക്കും. അതിലുള്ള അവസരം കൊടുക്കരുത്. കാരണം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്, പുതിയ സൃഷ്ടിയാണ്. ഓരോ പ്രഭാതത്തിലും നമ്മൾ ജോലിക്ക് പോകുമ്പോഴും കുടുംബജോലി എല്ലാം ചെയ്യുമ്പോഴും അത് പുതിയതാണ്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. യേശു പറയണണ്ട, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. 27 വാക്യം, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടു പോകാതിരിക്കട്ടെ. 27 വാക്യം, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാരണം ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. കർത്താവാണ് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ഒന്നാക്കി ബലിപീഠത്തിൽ മാറ്റുന്നത്. അവർ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. സാത്താന് ഇടം കൊടുക്കരുതെന്ന് ഹൃദയമായ കർത്താവ് പറയുക. സ്വർഗീയ പിതാവായ ദൈവമേ, പുത്രൻ കൂടി യോജിപ്പിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതം സന്തോഷമാകുവാൻ വേണ്ടി ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും കത്തിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.